Hello friends, welcome back to my channel. Today we were discussed about different types of ecosystems in our surroundings. That is pond, trees, rocks, hills, paddy fields, sacred groves, forests, etc. Then നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ആവാസ വ്യവസ്ഥകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ദെൻ നിങ്ങൾക്ക് തന്നൊരു വർക്ക്ഷീറ്റാണ് ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത്. ഒരു എക്കോസിസ്റ്റം വിസിറ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് അവിടെയുള്ള ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് ഒബ്സർവ് ചെയ്ത് ഒരു കുറിപ്പ് എഴുതുക. ഓക്കെ, ദെൻ I visited the pond, an ecosystem. I observed many living and non-living things there. Fish, grass, moss pile, water, etc. These biotic and abiotic factors depending each other. Moss and other small plants need water, air, and sunlight. Lack of any abiotic factor causes its decay. In fishes, they also need water and air to live. So I concluded biotic and abiotic factors depends each other. I visited the pond. ഞാൻ ഒരു കുളം സന്ദർശിച്ചു. An ecosystem, ആവാസ വ്യവസ്ഥ. I observed many living and non-living things. ഞാൻ അവിടെ ഒരുപാട് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളെ കണ്ടു. ഫിഷ്, മീനുകൾ, ഗ്രാസ്, മോസ്, പായലുകൾ, വാട്ടർ, എക്സെട്ര. ദീസ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്, ഈ നമ്മുടെ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് ഈച്ച് അതർ, പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മോസ് ആൻഡ് അതർ സ്മോൾ പ്ലാന്റ്സ് നീഡ് വാട്ടർ. മോസ് ആൻഡ് അതർ പായലുകൾക്കും ചെറിയ ചെടികൾക്കും വളരാൻ വെള്ളവും എയറും സൺലൈറ്റും ആവശ്യമാണ്. ലാക്ക് ഓഫ് എനി അബയോട്ടിക് ഫാക്ടർ, ഇതിൻ്റെ ഏതെങ്കിലും ഒരു ലാക്ക്, ഇല്ലാതിരുന്നാൽ ഇതിൻ്റെ അഭാവം കോസസ് കാരണമാകും. ഇറ്റ്സ് ഡീകേ, അത് നശിക്കാൻ കാരണമാകും. ഇൻ ഫിഷസ് ദേ ആൾസോ നീഡ് വാട്ടർ ആൻഡ് എയർ ടു ലിവ്. ഫിഷിൻ്റെ കേസ് എടുത്താലും അവയ്ക്ക് ജീവിക്കണമെങ്കിലും വെള്ളവും എയറും ഒക്കെ ആവശ്യമാണ്. സോ ഐ കൺക്ലൂഡഡ്, അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി, കൺക്ലൂഡ് ചെയ്തു, ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഈച്ച് അതർ, പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ഇതുപോലെ ഒരു എസ്സേ നിങ്ങളും ഷോർട്ട് പാരഗ്രാഫ് നിങ്ങളും എഴുതുക. ദെൻ നമ്മൾ ഡിഫറൻസ് റീസൺസ് ഡിസ്കസ് ചെയ്തു. നമ്മുടെ എക്കോസിസ്റ്റം നശിക്കാൻ ഉണ്ടാവുന്ന കാരണങ്ങൾ, നോയ്സസ്, ശബ്ദങ്ങൾ, എക്സസീവ് റേഡിയേഷൻ ഫ്രം ദി ടവേഴ്സിൽ നിന്നുള്ള അമിതമായ റേഡിയേഷൻ, ലെവലിംഗ് ഓഫ് പാഡി ഫീൽഡ്സ്, വയലുകൾ നികത്തൽ, ലെവലിംഗ് ഓഫ് ഹിൽസ്, വില്ലേജസ് ടേൺ ടു സിറ്റീസ്, ഗ്രാമങ്ങൾ നഗരങ്ങളായി മാറുന്നു. പിന്നെ ഡീഫോറസ്റ്റേഷൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഖനനം, മൈനിങ് പറഞ്ഞു അല്ലെ, റോക്ക് മൈനിങ്, അതൊക്കെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ആക്ടിവിറ്റി ചെയ്തത് പ്ലക്കാർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ എക്കോസിസ്റ്റത്തിനെ, നമ്മുടെ എൻവിറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള പ്ലക്കാർഡ്സ് ആണ്. ഡോണ്ട് കട്ട് ട്രീസ്, പ്ലാന്റ് ട്രീസ്, മേക്ക് ലൈഫ് ബ്യൂട്ടിഫുൾ, സേ ബൈ ടു പ്ലാസ്റ്റിക്സ്, നെവർ ത്രോ വേസ്റ്റസ് ഇൻ ടു ദ റിവർ, etc. Then you can make many placards and posters. Okay. ഈ ചാപ്റ്ററിന്റെ ഇംഗ്ലീഷ് മീഡിയം യൂണിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചാനലിലെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് 4 എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂണിറ്റ് ബേസ്ഡ് ക്ലാസ്സസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.